ഹായ് ഫ്രണ്ട്സ്, ഐഫോൺ 16 Pro Max റീബൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം വോളിയം അപ്പ് ബട്ടൺ, അതിനുശേഷം ഡൗൺ ബട്ടൺ, അതിനുശേഷം പവർ ബട്ടൺ ഹോൾഡ് ചെയ്യുക. സ്ക്രീൻ ഓഫ് ആവുന്നവരെ പവർ ബട്ടൺ ഹോൾഡ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഓഫായി എന്ന് റിലീസ് ചെയ്താൽ മതി. അതിനുശേഷം ആപ്പിളിൻ്റെ ലോഗോ കാണിക്കുന്നതായിരിക്കും. ഇത് ഏത് സിറ്റുവേഷനിലാണ് ചെയ്യേണ്ടതെന്നും കൂടി പറഞ്ഞുതരാം. നമ്മളറിയാതെ എന്തെങ്കിലും ഫങ്ഷൻസ് അറിയാതെ ഓൺ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് എടുക്കാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ചില സമയങ്ങളിൽ ഈ സൂം ഓപ്ഷൻ അറിയാതെ നമ്മൾ ഓൺ ചെയ്ത് പോകും. സൂം ഓപ്ഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ക്രീന് കംപ്ലീറ്റ് ലാർജ് സ്ക്രീൻ ആയിരിക്കും. അതുപോലെ നമുക്ക് അത് ഓഫ് ചെയ്യാനൊന്നും പറ്റാത്ത ഒരു അവസ്ഥയിലായിരിക്കും ഇരിക്കുന്നത്. ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഇതുപോലെ റീബൂട്ട് ഓപ്ഷൻ കൊടുക്കേണ്ടത് കേട്ടോ. അതുപോലെ നമുക്ക് സെറ്റിങ്സ്, നെറ്റ്വർക്കിൻ്റെ സെറ്റിങ്സ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കൂടി പറഞ്ഞുതരാം. ആദ്യം സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയതിന് ശേഷം അതിനകത്ത് ജനറൽ ക്ലിക്ക് ചെയ്യുക. ജനറലിൽ ഏറ്റവും താഴെ ട്രാൻസ്ഫർ ഓർ റീസെറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്ഫർ ഓർ റീസെറ്റ് ഐഫോൺ, അത് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് റീസെറ്റും പിന്നെ എറോസ് ഓൾ കണ്ടന്റ് ആൻഡ് സെറ്റിങ്സ് എന്നും കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് റീസെറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കുറേ സെറ്റിങ്സ് ഉണ്ടാവും. അതായത് റീസെറ്റ് ഓൾ സെറ്റിങ്സ്, അതുപോലെ നെറ്റ്വർക്ക്, ഹോം സ്ക്രീന്, കീബോർഡ്, ഡിക്ഷണറി, ഇങ്ങനെ കുറേ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും നമുക്ക് ഒരെണ്ണം വേണമെങ്കിൽ ഒരെണ്ണം സെലക്ട് ചെയ്ത് ചെയ്യാം. ഇല്ല നമുക്ക് കംപ്ലീറ്റ് റീസ്റ്റോർ ഫാക്ടറായിട്ട് ചെയ്യണമെങ്കിൽ, അതായത് നമ്മുടെ ഡാറ്റാസ് കംപ്ലീറ്റ് പോകണം, ആ ഒരു ലെവലിൽ നമുക്ക് റീസെറ്റ് ചെയ്യണമെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ കൊടുത്താൽ മതി. എറോസ് ഓൾ കണ്ടന്റ് ആൻഡ് സെറ്റിങ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്താൽ മതി. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോണിലുള്ള എല്ലാ ഡാറ്റാസും ഡിലീറ്റായി ഫ്രഷ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.